നമസ്കാരം. രാഹുൽ ഗാന്ധിയെ കാത്തിരുന്ന അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർ നിരാശരായി എന്നുള്ളത് സത്യമാണ്. അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായിരുന്ന റായ്ബറേലിയിലേക്ക് രാഹുൽ മാറിയതോടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമായുള്ള അമേഠിയിലെ കോൺഗ്രസ് പോരാട്ടത്തിന് ചൂട് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പോരാട്ടം തണുത്തു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധി അമേഠിയിലെ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിച്ച് രംഗത്ത് നിൽക്കുകയാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി KL ശർമ്മ, അദ്ദേഹം ഈ നെഹ്റു കുടുംബത്തിൻ്റെയൊക്കെ വലിയ വിശ്വസ്തനാണ്. സ്ഥാനാർത്ഥി ശർമ്മയാണെങ്കിലും തൻ്റെ അഭിമാന പ്രശ്നമായി പ്രിയങ്ക അമേഠിയെ എടുത്തിരിക്കുന്നു. തൻ്റെ എതിരാളി പ്രിയങ്ക ഗാന്ധി വദ്രയാണ് എന്നാണ് സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള സ്മൃതി ഇറാനി പറയുന്നത് പോലും. തൊട്ടടുത്തുള്ള റായ്ബറേലിയിലും കോൺഗ്രസ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നതും ഇതേ പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. ഈ മാസം 20-ാം തീയതി അഞ്ചാം ഘട്ടത്തിലാണ് അമേഠിയിലും റായ്ബറേലിലുമൊക്കെ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രചാരണം അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാലത്ത് ഈ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു ഉത്തർപ്രദേശിലെ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള മണ്ഡലങ്ങളായിട്ടുള്ള അമേഠിയും റായ്ബറേലിയും. 80 മണ്ഡലങ്ങളുള്ള UPയിൽ ഇപ്പോൾ പാർട്ടിയുടെ കൈവശമുള്ളത് റായ്ബറേലി മാത്രമാണ്. അമേഠി തിരിച്ചു പിടിക്കുവാൻ രാഹുലോ പ്രിയങ്കയോ തന്നെ മത്സരിക്കണമെന്നാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരടക്കം ആവശ്യപ്പെട്ടിരുന്നത്. പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെ ഈ 2 മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികൾ ആര് എന്നത് രഹസ്യമാക്കി വയ്ക്കുകയാണ് പാർട്ടി ചെയ്തത് എന്നുള്ളതാണ്. രാഹുലിന് കുറച്ചുകൂടി കൂടുതൽ സുരക്ഷിതത്വം റായ്ബറേലിയാണ് എന്ന് കോൺഗ്രസും നെഹ്റു കുടുംബവും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. കാരണം അതുകൊണ്ടാണ് അമേഠിയിൽ മത്സരിക്കാതെ മാറിയതും. എന്നായാലും റായ്ബറേലി ഒരിക്കൽ കൂടി നെഹ്റു കുടുംബത്തെ ആശീർവദിക്കുമോ എന്നത്, അല്ലെങ്കിൽ അമേഠി തിരിച്ചു പിടിക്കുമോ എന്നതുമൊക്കെ UP കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ പാർട്ടിക്ക് വലിയ സംശയമൊന്നുമില്ല. കാരണം അവിടെ വിജയിക്കുക തന്നെ ചെയ്യും. റായ്ബറേലിയിൽ ജയിച്ചാൽ കേരളത്തിലെ മണ്ഡലം വിടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. വിടുമോ എന്നതാണ് സമീപ ദിവസങ്ങൾ വരുന്നുവെന്ന ചോദ്യമെങ്കിൽ കൂടിയും കുടുംബത്തിൻ്റെ പരമ്പരാഗത സീറ്റ് നിലനിർത്താനേ രാഹുൽ ഗാന്ധി തയ്യാറാകൂ. 1980-ലെ തിരഞ്ഞെടുപ്പിൽ 2 മത്സരിച്ച് ജയിച്ച ഇന്ദിരാഗാന്ധി റായ്ബറേലി ഒഴിഞ്ഞ് ആന്ധ്രയിലെ മേഡക് മണ്ഡലം നിലനിർത്തിയ ഒരു ചരിത്രമുണ്ട്. 1999-ൽ 2 സീറ്റിൽ മത്സരിച്ച സോണിയാഗാന്ധി കർണാടകയിലെ ബെല്ലാരി ഒഴിഞ്ഞിട്ട് അമേഠി നിലനിർത്തിയ ഒരു ചരിത്രവുമുണ്ട്. അമ്മയുടെ മാർഗം സ്വീകരിച്ച് UPയിലെ സീറ്റ് നിലനിർത്താനാണ് രാഹുൽ തയ്യാറാകുന്നത് എങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പും ആവശ്യമായി വന്നേക്കും. റായ്ബറേലിയിൽ തോൽവിയാണ് ഫലമെങ്കിൽ അത് UPയിലെ കോൺഗ്രസിൻ്റെ ശേഷിച്ച അടിത്തറ കൂറി ഇളകിപ്പോയി എന്ന് തെളിയിക്കുന്നതാണ്. ദേശീയ തലത്തിൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ UPയിൽ കാലുറപ്പിച്ചേ കോൺഗ്രസിന് അതിന് കഴിയും. അതിന് കോൺഗ്രസിന് ഇനി എന്ന് സാധിക്കുമെന്നത് തന്നെ ഓരോ കോൺഗ്രസ്സുകാരനും നിരാശയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. കാരണം ഈ റായ്ബറേലിയുമായിട്ടുള്ള നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ബന്ധമെന്ന് പറയപ്പെടുന്ന 1952-ൽ തുടങ്ങുന്നതാണ്. 52-ലും 57-ലും ഫിറോസ് ഗാന്ധി ഈ മണ്ഡലത്തിൻ്റെ MP ആയിരുന്നു. 67-ലാണ് ഇന്ദിരാഗാന്ധി ആദ്യമായി ഈ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. അതിനു മുൻപ് രാജ്യസഭാംഗമായിരുന്നു ഇന്ദിരാഗാന്ധി. 55% വോട്ട് നേടിയാണ് അന്നത്തെ പ്രധാനമന്ത്രി തൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ എത്തിയത് എന്നതാണ്. 1971-ൽ അതിലും മികച്ചതായിരുന്നു ഇന്ദിരയുടെ വിജയം. സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന രാജ് നാരായണെ 1 ലക്ഷത്തിലേറെ വോട്ടിന് തോൽപ്പിച്ചപ്പോൾ 66% വോട്ടും ഇന്ദിരയ്ക്ക് ലഭിക്കുന്നു. എന്നാൽ ഈ വിജയത്തെ രാജ് നാരായണൻ അലഹബാദ് കോടതിയിൽ ചോദ്യം ചെയ്തു. സർക്കാർ സംവിധാനങ്ങൾ പ്രധാനമന്ത്രി ദുരുപയോഗിച്ചു എന്നതായിരുന്നു ആരോപണം. ഈ ഹർജിയിൽ ഇന്ദിര കുറ്റക്കാരി എന്ന് കണ്ടെത്തിയ അലഹബാദ് ഹൈക്കോടതി രാജ് നാരായണനെ വിജയിയായി പ്രഖ്യാപിച്ചത് 1975 ജൂണിൽ. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 1977-ലെ തിരഞ്ഞെടുപ്പിൽ രാജ് നാരായൺ റായ്ബറേലിയിൽ ഇന്ദിരയെ തോൽപ്പിക്കുന്നത് 55,000-ലേറെ വോട്ടുകൾക്കാണ് ഇന്ദിര തോൽക്കുന്നത്. റായ്ബറേലിയിലെ ആദ്യ കോൺഗ്രസ് ഇതര MP-യാണ് ജനതാ പാർട്ടി സർക്കാരിൽ മന്ത്രിയായിട്ടുള്ള രാജ് നാരായണൻ. 1980-ലെ തിരഞ്ഞെടുപ്പിൽ റായ്ബറേലിക്ക് പുറമെ ആന്ധ്രാപ്രദേശിലെ, അതായത് ഇന്നിപ്പോൾ നമ്മൾ തെലങ്കാനയിൽ കാണപ്പെടുന്ന ദേശത്തെ മേഡക്കിൽ ഇന്ദിര മത്സരിച്ചത് വിജയം 100% ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇന്ദിരയുടെ മത്സരം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ആന്ധ്രയെ അന്ന് പൊതിയുന്ന ഒരു സാഹചര്യമുണ്ടായി. സംയുക്ത ആന്ധ്രയിലെ 42-ൽ 41 സീറ്റുകളിലും കോൺഗ്രസിന് വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് തന്നെ ഇത് വലിയ സഹായമായി. ഈ സാഹചര്യത്തിലാണ് ഇന്ദിര റായ്ബറേലി ഒഴിയുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ അരുൺ നെഹ്റുവായിരുന്നു വിജയിച്ചത്. 1984-ലും അരുൺ നെഹ്റു തന്നെയായിരുന്നു അവിടുത്തെ വിജയി. 1989-ലും 91-ലും
കോൺഗ്രസിൻ്റെ നേതാവുള്ള ഷീല കൗൾ മണ്ഡലം പാർട്ടിക്ക് വേണ്ടി നിലനിർത്തി. കമല നെഹ്റുവിൻ്റെ സഹോദരനായിട്ടുള്ള കൈലാസ്നാഥ് കൗളിൻ്റെ ഭാര്യയാണ് പലതവണ കേന്ദ്രമന്ത്രിയും ഹിമാചൽ പ്രദേശ് മന്ത്രിയും ഗവർണറുമൊക്കെ ആയിട്ടുള്ള ഷീല. നെഹ്റു കുടുംബത്തിൻ്റെ ഈ പ്രസ്റ്റീജ് മണ്ഡലം ആദ്യമായിട്ട് BJP നേടുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലാണ്, 1996. അന്ന് അശോക് സിംഗ് 1.6 ലക്ഷം വോട്ടുകൾക്ക് വിജയിയായപ്പോൾ കോൺഗ്രസ് 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഷീലയുടെ മകൻ വിക്രം കൗൾ ആയിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 1998 അശോക് സിംഗ് മണ്ഡലം നിലനിർത്തി എന്നുള്ളതാണ്. ഷീലയുടെ മകൾ ദീപ കൗൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 4ാം സ്ഥാനത്ത് പോവുകയും ചെയ്തു. 1998 കോൺഗ്രസ് പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത സോണിയാഗാന്ധി 1999 റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാക്കിയത് രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന സതീഷ് ശർമ്മയായിരുന്നു. അമേഠിയിൽ നിന്നും സോണിയയും പാർലമെൻറ്റിൽ എത്തിച്ചേർന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. 2004 റായ്ബറേലിയിലേക്ക് മാറിയ സോണിയ പിന്നീട് ആർക്കും ഈ മണ്ഡലം വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. നെഹ്റു കുടുംബവും റായ്ബറേലിയും തമ്മിലുള്ള ദീർഘകാല ബന്ധം ഈ ചരിത്രത്തിൽ വ്യക്തമാകുന്നു. ഉത്തരേന്ത്യയിലെ BJP ആധിപത്യം ഒരിക്കലും സോണിയയുടെ വിജയത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2014 BJP സ്ഥാനാർത്ഥിയെ 3.5 ലക്ഷത്തിലേറെ വോട്ടിനാണ് സോണിയാഗാന്ധി പരാജയപ്പെടുത്തിയതെന്നുള്ളതാണ്. 2019 BJP നേതാവായിട്ടുള്ള ദിനേശ് സിംഗിനെ 1,67,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. 2018 വരെ കോൺഗ്രസ് നേതാവായിരുന്നു ദിനേശ് സിംഗ്. ഇക്കുറി രാഹുൽ ഗാന്ധിയെ നേരിടുന്നതും അതേ ദിനേശ് സിംഗ് തന്നെയാണ്. 1977 ജനതാ പാർട്ടിയും 1998 2019 BJPയും ജയിച്ച ചരിത്രമുണ്ട് അമേഠിക്ക്. 99 സോണിയയ്ക്ക് 2004, 2009, 2014 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയെയും വിജയിപ്പിച്ച മണ്ഡലത്തിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് സഞ്ജയ് ഗാന്ധി മത്സരിച്ചത് 1980 ഈ മണ്ഡലത്തിൽ. ആ വർഷം തന്നെ വിമാനാപകടത്തിൽ സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതും അമേഠിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1991 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൊല്ലപ്പെടുന്നത് വരെ അമേഠിയുടെ MP ആയിരുന്നു രാജീവ് ഗാന്ധി. വർഷങ്ങളായി അമേഠിയിലും റായ്ബറേലിയിലും നെഹ്റു ഗാന്ധി കുടുംബത്തിനായിട്ട് പാർട്ടി കാര്യങ്ങൾ നോക്കുന്ന നേതാവാണ് കിഷോരിലാൽ ശർമ്മ. അമേഠിയിൽ ശർമ്മയ്ക്കുള്ള സ്വാധീനം മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ കരുതുന്നത്. റായ്ബറേലിയേക്കാൾ എന്തുകൊണ്ടും കനത്ത പോരാട്ടം നടക്കുന്നത് അമേഠിയിലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലെ 5-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലും നേടിയത് സമാജ്വാദി പാർട്ടിയാണ്. ഒരിടത്ത് BJP വന്ന് ജയിച്ചു. സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിനായതിനാൽ രാഹുലിന് ഭീഷണി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം പൊതുവിൽ കരുതുന്നത് എന്നുള്ളതാണ്. അമേഠിയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 3ഉം BJPയുടെ കൈവശമാണ് എന്നുള്ളതാണ്. സമാജ്വാദി പാർട്ടി ജയിച്ചത് 2ഇടത്താണ്. രാഹുൽ അമേഠിയിൽ മത്സരിച്ചാൽ കടുത്ത വെല്ലുവിളി അവിടെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മറ്റു മണ്ഡലങ്ങളിലെ പ്രചാരണത്തെ അടക്കം ബാധിക്കും. അത്തരമൊരു സാഹസത്തിൻ്റെ ആവശ്യമില്ലെന്ന് പല നേതാക്കളും രാഹുലിനെ അറിയിച്ചതുകൊണ്ടാണ് അദ്ദേഹം റായ്ബറേലിയിലേക്ക് പോയത്. പ്രതിപക്ഷത്തിൻ്റെ വിശാലമായിട്ടുള്ള താല്പര്യം കൂടി കണക്കിലെടുത്തുള്ള തന്ത്രപരമായിട്ടുള്ള തീരുമാനമാണ് റായ്ബറേലി തിരഞ്ഞെടുത്തതിലുണ്ടായത് എന്നാണ് ഈ നിലപാട് വിശദീകരിക്കുന്നവർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടും സുരക്ഷിതമായിട്ടൊരു മണ്ഡലം തിരഞ്ഞെടുത്ത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് പോകുമ്പോൾ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ അവർക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോഴും അനാഥമാകുന്നത് വയനാടായിരിക്കും. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ച് വിജയിക്കുക എന്നുള്ള തന്ത്രത്തിനായിരിക്കും കോൺഗ്രസ് തയ്യാറെടുക്കുക. അതുകൊണ്ട് വയനാടും റായ്ബറേലിയും കോൺഗ്രസിൻ്റെ MP-മാരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അഥവാ റായ്ബറേലി കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഉത്തർപ്രദേശ് എന്ന് പറയപ്പെടുന്ന സംസ്ഥാനത്ത് കാലുകുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ഇത് ഉത്തർപ്രദേശ്. 80 സീറ്റുകളിലും വിജയം കൊണ്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടി ഇപ്പോൾ ജയിക്കുന്നത് ആകെയുള്ളൊരു മണ്ഡലം, ഒരേ ഒരു മണ്ഡലം റായ്ബറേലി മാത്രമാണ്. അങ്ങനെ ഒരൊറ്റ സീറ്റിലേക്ക് തരംതാണു പോയ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? അതും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വയനാടിൻ്റെ MP ആയി തുടരുക തന്നെ ചെയ്യും. പിന്നെ കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം, 80 സീറ്റ് നിറഞ്ഞു കിടക്കുന്ന ഈ ഉത്തർപ്രദേശിൽ ആര് നേട്ടം കൊയ്യും? കോൺഗ്രസ് എന്നായിരിക്കും ഇവിടെ നിന്നും സീറ്റുകൾ പിടിച്ചെടുക്കുക? അങ്ങനെ ഒരു കാലമുണ്ടാകുവാൻ ഏത് നേതാവാണ് വരേണ്ടത് കോൺഗ്രസിനെ രക്ഷിക്കാൻ എന്നായിരിക്കും അണികൾ ചിന്തിക്കുക.